എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് പല ആൾക്കാർക്കുമുള്ള കുറേ പ്രോബ്ലംസിനെ കുറിച്ചാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ എല്ലാവരും ഞാൻ പറഞ്ഞ രീതിയിൽ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഓരോ പ്രോബ്ലംസ് ആയിട്ട് ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആ ഒരു അലൈൻമെൻറ്റിലേക്ക് ആവുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം പലരും വിചാരിക്കുന്നത് അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് കൂടുതലും വിചാരിക്കുന്നത്. പക്ഷേ ചില മെഡിറ്റേഷൻ ക്ലാസ്സുകളിലൊക്കെ വെച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ളത് കേൾക്കാൻ പലരും കൂട്ടാക്കാറില്ല. അപ്പോൾ ഇന്ന കുറേ ടെക്നിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ ഒന്ന് ചില ആളുകളുണ്ട്, ആ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഓക്കെ ആയി, ഒരു 70% അവരവിടെ ഓക്കെ ആയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. രാവിലെയും രാത്രിയും ഒക്കെ നമ്മൾ പറഞ്ഞ രീതിയിൽ അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കണം. നമ്മളെ ലൈഫിലൊരു മാറ്റം വേണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നിടത്ത് തൊട്ട് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആ ഒരു സമയം തൊട്ടാണ് നമ്മുടെ ലൈഫിൽ ശരിക്കും ചേഞ്ചസ് വരാൻ തുടങ്ങുന്നത്. അത് നമ്മൾ വെറുതെ എനിക്ക് ചേഞ്ച് വേണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ കൂടി വേണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പലർക്കും ഈ ഒരു ഹസ്ബൻഡ് വീട്ടിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പോൾ പലപ്പോഴും പെൺകുട്ടികൾ കുറേ കഴിയുമ്പോഴത്തേക്ക് അവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും, നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ് പെൺകുട്ടികൾ. അല്ലാതെ ചെന്ന് കയറുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപ്പം തന്നെ തിരിച്ചിറങ്ങി വരുന്ന ഒരു രീതിയല്ല. അവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് തൻ്റെ ഏറ്റവും വലിയ വിഷമഘട്ടത്തിൽ ഒന്നെങ്കിൽ തൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഹസ്ബൻഡ് കൂടെ നിൽക്കണം എന്നാണ്. അപ്പം അതാണ് ഏതൊരു സ്ത്രീയുടെയും ആഗ്രഹവും ആവശ്യവും അതുതന്നെയാണ് വേണ്ടതും. അപ്പം അത് അവിടെ ഇല്ലാതാകുമ്പോൾ തൊട്ടാണ് അവൾ ശരിയും തളർന്നു തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അമ്മായിയമ്മ അല്ലെങ്കിൽ പല ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ആകുമ്പം അവൾ ഫസ്റ്റ് പറയുന്നത് വീട്ടുകാരോടായിരിക്കും അല്ലേ. ഹസ്ബൻഡിനോട് പറയും, ചിലപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ടീവ് അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് അവിടെ സപ്പോർട്ടാണ്, ഹസ്ബൻഡ് കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അതും അവരെ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ വിളിച്ച് പറയുന്നു. അപ്പം വീട്ടുകാർ ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത പല ഇതുകൊണ്ട് എത്രയോ പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടല്ലേ, എത്രയോ പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. മരിച്ചു പോയി കഴിഞ്ഞിട്ട് കുറേ ഹാഷ്ടാഗ് ഇട്ട് കുറേ പോസ്റ്റർ ഇട്ട് അവിടെ വീട്ടുകാർ വരുന്ന കരഞ്ഞിട്ട് പറയും, നിനക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എത്ര തവണ അവൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതല്ലേ സത്യം. എനിക്കിവിടെ പറ്റുന്നില്ല, എനിക്കിവിടെ പ്രശ്നങ്ങളൊക്കെ ആണെന്ന് സ്വന്തം വീട്ടുകാരെ വിളിച്ച്, അമ്മയെ വിളിച്ച്, അച്ഛനെ വിളിച്ച്, ചിലപ്പോൾ അച്ഛനോട് പറയാൻ പേടിയായിരിക്കും. കാരണം ഈ ഒരു പെൺകുട്ടിയെ മനസ്സിലാകാതെ വരുമ്പം സ്വന്തം വീട്ടിൽ വിളിച്ച് പറയും. അപ്പോൾ അവർ പറയും നീ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഈ പെൺകുട്ടി സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനോടും അമ്മയോടും ആങ്ങളയോടും അനിയത്തിയോടൊക്കെ ദേഷ്യപ്പെടുന്നവളായിരിക്കും. കാരണം അവൾക്ക് ഏറ്റവും ഫ്രീഡം ഉള്ളത് സ്വന്തം വീട്ടിലാണ്. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അവൾ ദേഷ്യപ്പെടും. അപ്പം അവർ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് എപ്പോഴും അനലൈസ് ചെയ്യുക. നിനക്ക് ദേഷ്യമുണ്ട്, നിൻ്റെ ഈ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കുക, നിൻ്റെ ക്യാരക്ടർ മാറ്റുക എന്നുള്ളത്. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ, സ്വന്തം വീട്ടിൽ കാണിക്കുന്ന ഒരു സ്വഭാവമായിരിക്കുമോ കല്യാണം കഴിഞ്ഞിട്ട് അമ്മയമ്മയുടെ അടുത്ത് പോയി കാണിക്കുന്നത്? അല്ല, അവളവിടെ ഏറ്റവും ഒതുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും. അതൊന്നും മനസ്സിലാക്കാതെ പോകുന്നത് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ. അപ്പോൾ എന്നിട്ട് ഈ ഒരു ഉപദേശമായിരിക്കും. അപ്പം പതുക്കെ ഈ വിഷമം എന്നുള്ളത് ദേഷ്യമായി മാറുകയാണ് ചെയ്യുന്നത്. എത്ര പറഞ്ഞ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് എന്നുള്ള ഒരു സെൻസിലേക്ക് ആയിപ്പോകും കാര്യങ്ങളൊക്കെ. അതൊരു മാനസികമായിട്ട് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണത്. കാരണം ഈ വീട്ടുകാർ അത്രയും മനസ്സിലാക്കാത്ത, അവൾ ചിന്തിക്കുന്നത് എന്താ, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഇത്രയും കരഞ്ഞു പറഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കാത്ത, എൻ്റെ കൂടെ നിൽക്കാത്ത എന്തുകൊണ്ടാണെന്ന് മാത്രമേ അവൾ ചിന്തിക്കുകയുള്ളൂ അല്ലേ. അപ്പം ഒരാളുമില്ല, അത്രയും ഒറ്റപ്പെട്ടു എന്നുള്ളൊരവസ്ഥ വരുമ്പം ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് പിന്നീട് ഈ സൂയിസൈഡ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നത്. പലരുടെയും മൈൻഡ് പല രീതിയിലാണ് ഡൈവേർട്ടായി പോകും. ചിലർ സൂയിസൈഡിലേക്ക് പോകും, ചിലർ എക്സ്ട്രീം ആയിട്ടുള്ള അഫെയർ, അതായത് ഒരു ആശ്വാസം കണ്ടെത്താൻ, ഒരു സ്നേഹം കണ്ടെത്താനായിട്ട് ആരെങ്കിലും ഒരു ആശ്വാസം, ചിലപ്പോൾ അത് പല രീതിയിലും ആയി പോവാം. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് പോവാം, അങ്ങനെ പല രീതിയിൽ. ചിലവർ ഡിപ്രഷൻ എന്നുള്ള സ്റ്റേറ്റിലേക്ക് വല്ലാത്തൊരു ആ ഒരു മാനസികാവസ്ഥയിൽ പോവുക. അങ്ങനെ പലരും പല സ്റ്റേറ്റിലേക്കായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് പലരും ആയി പോകുന്നത്. അപ്പോൾ വീട്ടുകാർ ചിലപ്പോൾ വിളിച്ച് വീട്ടുകാരോട് പറയുമ്പം ഇതിന് എത്ര രൂപ മുടക്കിയാണ് കല്യാണം കഴിപ്പിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഇതൊക്കെയാണ് ജീവിതം, ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് അവളെ അങ്ങ് വീണ്ടും മടക്കി അയക്കും. അവസാനം അവൾക്ക് മനസ്സിലായി എനിക്ക് ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. വീട്ടുകാരോട് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. അവരെപ്പോഴും മനസ്സിലാക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയോടും ദേഷ്യപ്പെടുന്ന ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ്. അവർ ഒരിക്കലും ഒരു പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് ചെന്നിട്ട് അങ്ങനെ പെരുമാറില്ല. അവളുടെ സ്വന്തം ആൾക്കാർ, സ്വന്തം ഇടം എന്നുള്ള
ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിലാണ് അവൾ ദേഷ്യപ്പെടുന്നതും എല്ലാം അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ അതുകൊണ്ട് ഒരിക്കലും അവളെ മെഷർ ചെയ്യും. പിന്നെ ഒരു കാര്യം, ഈ ഒരു അച്ഛനും അമ്മയും മകളെ ഉപദേശിക്കാൻ, നീ ദേഷ്യപ്പെടരുത്, നീ എന്തുണ്ടെങ്കിലും സഹിക്കണം, നീ ഒരിക്കലും എതിർത്ത് പറയരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മകളെ ഉപദേശിക്കുകയാണ്. മകനെ ഇതുപോലെ ഉപദേശിക്കാറുണ്ടോ? മകന് ദേഷ്യമുള്ള ആളായിരിക്കും, മകൻ നന്നായിട്ട് ദേഷ്യപ്പെടും, ഷൗട്ട് ചെയ്യും, ചില പാത്രം വലിച്ചെറിയുന്ന ഒരു മകനായിരിക്കും, അമ്മേനെ ഒരു രീതിയിലും സഹായിക്കാത്ത, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റീസും എടുക്കാത്ത ഒരു മകനായിരിക്കും. നിങ്ങൾ മകനെ എത്ര തവണ ഉപദേശിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ മരുമകളോട് ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മരുമകളോട് പറ്റാത്ത ഏതെങ്കിലും കാര്യങ്ങൾ മകനെ ഉപദേശിക്കാറുണ്ടോ? അപ്പോൾ ഇല്ല, അത് മകൾക്ക് മാത്രമാണ്, പെൺകുട്ടികൾക്ക് മാത്രമാണ് എപ്പോഴും ഉപദേശങ്ങളും ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസൊക്കെ മാതാപിതാക്കൾ എപ്പോഴും കൊടുക്കുന്നത്. രണ്ട് മക്കളെ ഈക്വലി ഈ ദേഷ്യവും വികാരവും ഒക്കെ മകനും മകൾക്കും ഉണ്ട്. ഓക്കെ, ഈ ഫീലിങ്സ് ഒക്കെ മകനും മകൾക്കും ഉണ്ട്. കൂടുതലും ദേഷ്യം പ്രശ്നങ്ങളൊക്കെ മകൾക്ക് വരാനാണ് ചാൻസ്. കാരണം അവളുടെ വികാരങ്ങളെ, അവളെയാണ് ഫുള്ളി റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം മകൻ അവിടെ ഓപ്പൺ അപ്പ് ആവാനും ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ഈ അച്ഛനും അമ്മയും സ്വന്തം വീട്ടിൽ കൊടുക്കുന്നുണ്ട്. മകളുടെ അവസ്ഥ എന്താ? അവൾക്കൊന്ന് ദേഷ്യം വന്നാലോ വിഷമം വന്നാലോ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ കാണിക്കാനുള്ള, അതിനെ റിയാക്ട് അത് ഒന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം സ്വന്തം വീട്ടിലില്ല. അതുകൊണ്ട് എപ്പോഴും സപ്രസ് ചെയ്യുന്ന ആൾക്കാരുടെ വികാരങ്ങളാണ് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് അവൾക്കാണ് കൂടുതൽ ദേഷ്യം. കാരണം ഒരിടത്തും ഒന്ന് വാ തുറക്കാനുള്ള ഒരു ഫ്രീഡം ഇല്ലാതെ വരികയാണ് അവൾക്ക് ചെയ്യുന്നത്. സ്വന്തം വീട്ടിലെ അവസ്ഥ ഇത്, കടിച്ചു വിട്ടാൽ അവിടുത്തെ ആ വീട്ടിലെ അവസ്ഥ ഇത്, ഹസ്ബൻഡിന് മുന്നിൽ ദേഷ്യപ്പെടാൻ പാടില്ല അല്ലേ. മൊത്തത്തിൽ സപ്രസ് ചെയ്ത് വയ്ക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഈ ഒരു സ്ത്രീകൾ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ സപ്രസ് ചെയ്ത് അവസാനം അതേത് രീതിയിലായി തീരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഡെലിവറി ഉണ്ട്, പ്രഗ്നൻസി, ഡെലിവറി, അങ്ങനെ എന്തൊക്കെ സിറ്റുവേഷൻസിലൂടെ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി പോലും ചിലപ്പോൾ ഒരു ഹാപ്പിയസ്റ്റ് പ്രഗ്നൻസി ആയിരിക്കണം എന്നില്ല. എത്ര ആഗ്രഹിച്ചിട്ടായിരിക്കും അല്ലേ ഓരോ പെൺകുട്ടിയും ഒന്ന് കൺസീവ് ആകുന്നത് അല്ലേ. ആ ഒരു സമയത്ത് എത്ര പേർക്ക് ഈ ഒരു ഹാപ്പിനെസ് നല്ല രീതിയിൽ, നല്ലൊരു മൂഡോടുകൂടി, നല്ല ഒരു ഹാപ്പിനെസ് ആയിട്ട് ആ ഒരു പ്രഗ്നൻസി ടൈം കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പം അതൊക്കെയാണ്. അപ്പം അതിനുശേഷം അങ്ങനെയുള്ളവർക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരും. അങ്ങനെ പല രീതിയിലും ഇവരുടെ ഈ മാനസികാവസ്ഥ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒന്ന് ഓർമ്മ നോക്കിയേ, എവിടം തൊട്ടാണ് ഒരു പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്ത് തുടങ്ങുക എന്നുള്ളത്. അപ്പം മടുത്ത് ഇങ്ങനെ പല ഫേസ് ചെയ്ത് അവസാനം അവൾ അങ്ങനെ ചില മടുത്തൊരവസ്ഥയിലാണ് ഈ സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലവർ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നുള്ള കാര്യം, ചിലർ ഡിപ്രഷൻ, സ്ട്രെസ് എന്ന് പറഞ്ഞ് അങ്ങനെ പോകും, പിന്നെ മെഡിസിൻ എടുക്കും, അങ്ങനെ പല രീതിയിലേക്ക് കയറി ഇറങ്ങി അങ്ങനെ അങ്ങ് പോവാണ്. അവരുടെ ലൈഫ് അവിടെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ആയി പോവാണ്. അവസാനം നമ്മൾക്ക് കുറേ വിഷമങ്ങളും ദേഷ്യങ്ങളും ഒക്കെ വരുമ്പോൾ എല്ലാവരും പറഞ്ഞത് ഭയങ്കര ദേഷ്യമാണ്, നീ എന്താ ഇങ്ങനെ. ഇവളിങ്ങനെയൊക്കെ മാറാൻ കാരണം ഇവളുടെ ചുറ്റിനുമുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇവൾ സ്വന്തമാണെന്ന് വിചാരിച്ചിരുന്ന, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കും, എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഇവൾ ആരെയൊക്കെ വിശ്വസിച്ചോ അവരൊക്കെ തന്നെയാണ് അവളുടെ ഈ ഒരു തകർച്ചയ്ക്ക് പിന്നിൽ കാര്യം. പിന്നെ ചില ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് കയറി റെഡിയായി ഒന്ന് ഒരു ഗ്രോത്തിലേക്ക് വരും. ആ ഗ്രോത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ ഏറ്റവും എക്സ്ട്രീംലി ഡൗൺ ആയിട്ടിരുന്ന ആ സമയത്ത് ഒരു ഹെൽപ്പും ചെയ്യാത്ത ആരും ആയിക്കോട്ടെ അവളൊന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേനും ചിലപ്പോൾ വരും. ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് സൗഹൃദം സ്ഥാപിച്ചു വരും. നിങ്ങളുടെ തകർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാത്ത ഒരാൾക്കാരെയും നിങ്ങളുടെ ഗ്രോത്തിൽ നിങ്ങൾ കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല. ഇനി ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസിൽ തന്നെ നിർത്തുക. കാരണം നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മൾ തകർന്നു പോകുന്ന സമയത്ത് കൂടെ നിൽക്കാൻ ഒരാളാണ് അല്ലേ. അത് ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മളേറ്റവും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർ, ഇവരൊക്കെയാണ്. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, നല്ല സുഹൃത്ത് ബന്ധങ്ങളുള്ളത് എപ്പോഴും നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ 10-20 നമ്പേഴ്സൊന്നും വേണ്ട, നമുക്ക് 1-2 ആൾക്കാർ മതി. ആ ആൾക്കാർ ആരായാലും നമ്മളുടെ കൂടെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ താങ്ങ് നിർത്തുമെന്ന് നമുക്ക് ഉറപ്പുള്ള ആൾക്കാർ മാത്രമായിരിക്കണം നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ നമ്പേഴ്സിൽ ഹയസ്റ്റ് നമ്പർ ഓഫ് ഫ്രണ്ട്ഷിപ്പിലൊന്നും കാര്യമില്ല. അത് കൗണ്ട് ഈ ഒരു കയ്യിൽ ഒതുങ്ങുന്നതാണെങ്കിൽ പോലും അത് മതി. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒരുപാട് പേരെ കൊണ്ട് നടക്കുന്നതിനൊന്നും അർത്ഥമില്ല. അതൊക്കെ വെറുതെയാണെന്നുള്ളത് നമ്മുടെ ഓരോ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം. പിന്നെ ചിലവരൊക്കെ ഉണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് മക്കളൊക്കെ ആയതിനു ശേഷം ആ ഒരു ലൈഫ് മക്കളോടൊപ്പം വേറൊരു ലൈഫ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ്, ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കും. അതായത് അവരുടെ ഓൺ കമ്പനി, അതായത് വേറെ ആരുമില്ല, ആ ഒരു റിയാലിറ്റിയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട്. പക്ഷേ അത് ഫസ്റ്റ് ടൈമൊക്കെ അവരെ ഭയങ്കരമായിട്ട് നൊമ്പരപ്പെടുത്തുന്നതായിരിക്കും. ചിലവർ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കും കേട്ടോ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണാൻ പോകും. അതായത് ക്ലിനിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിൻ തരും. സാധാരണ സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ തെറാപ്പിസ്റ്റും ഉണ്ട്. അവർ മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ ഉറക്കമില്ലാതെയും ഊണില്ലാതെയും ഒക്കെ
കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് ഏറ്റവും വിഷമം ഈ ഒരു അനുഭവിച്ചതിലൊന്നും ആയിരിക്കത്തില്ല, എൻ്റെ കൂടെ ആ സമയത്തൊന്നും സപ്പോർട്ട് ചെയ്ത് നിന്നില്ലല്ലോ എന്നുള്ള ഒരൊറ്റ വേദനയിലായിരിക്കും അവർ ജീവിച്ച് തീർക്കുന്നത്. ആൻഡ് ഈ കിട്ടിയ ആ ട്രോമകളൊക്കെ ഉണ്ടല്ലോ, അവരെത്ര വർഷം കഴിഞ്ഞാലും മറക്കില്ല, മനസ്സിൽ നിന്ന് പോവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പലരും ചിലപ്പോൾ കുറ്റപ്പെടാൻ ചാൻസ് ഉണ്ട്, ഇത് കഴിഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അത് അനുഭവിച്ചവർക്ക് അല്ലേ അറിയുള്ളൂ ഈ കഴിഞ്ഞ കാര്യം എത്ര പെയിൻഫുൾ ആണെന്നുള്ളത്. പറയുന്നവരൊക്കെ ചിലപ്പം ആ വേദന തന്നവരിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹെൽപ്പും ചെയ്യാത്ത ആൾക്കാരൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ കാര്യം എത്ര പെയിൻഫുൾ ആണെന്നുള്ളത് അനുഭവിച്ച ആൾക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലേ? ഓരോ പെയിനും അതിൻ്റെ ഡെപ്തുമല്ല അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ എത്രയാണെന്നുള്ളത്. ബാക്കിയെല്ലാം കാണികളായിരുന്നു, അല്ലേ? നമുക്ക് ആ അനുഭവങ്ങൾ തന്നവരും അല്ലെങ്കിൽ നോക്കി നിന്നവരും ഒക്കെ ആയിരുന്നു. അവർക്ക് മനസ്സിലാവില്ല നമ്മളുടെ പെയിൻ എത്രത്തോളമാണെന്നുള്ളത്, നമ്മൾ എന്തിലൂടെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്നൊന്നും അവർക്ക് മനസ്സിലാകാത്തവരാണ് നിന്നോട്ടെ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മളെ എക്സ്ട്രീം സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്ട്രീം ഡൗൺ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ റിക്കവർ ചെയ്ത് കയറി വന്നല്ലോ, ഇനി നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഏറ്റവും വലിയ വഴി. മനസ്സിലാക്കുക, നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ആ ഒരു ചിന്ത ആദ്യമേയൊക്കെ നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാക്കാം. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഓരോ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. അതിൽ ഇതൊരു ഫേസ് ആണെന്ന് വിചാരിച്ചാൽ മതി. നമ്മളത് റിക്കവർ ചെയ്തെടുത്തില്ലേ, ഒരുപാട് പെയിൻ സംഭവിച്ചു, ഒരുപാട് പെയിൻ ഉണ്ടായി, ആ ഒരു പെയിനൊക്കെ നമുക്ക് റിക്കവർ ആകാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. നമ്മളെപ്പോഴും ദൈവത്തോട് അതിന് നന്ദി പറയുക, ഈ യൂണിവേഴ്സിനോട് നന്ദി പറയുക, അല്ലേ? നമുക്കപ്പോൾ ഒരു സ്ട്രെങ്ത് തന്നത് യൂണിവേഴ്സാണ്, ദൈവമാണ് എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുക. ഒരാളും ഇല്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. എന്നെ ഓക്കെ ആക്കാൻ എനിക്ക് പറ്റും എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു ടൈമാണത്. ഓക്കെ, അപ്പം അത്രയും വലിയ കാര്യങ്ങൾ നമ്മൾ റിക്കവർ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും കടന്നു പോകും. നിങ്ങൾക്ക് ഈ ഒരു ഫേസും റിക്കവർ ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് കിട്ടിയിരിക്കുന്നുള്ളത് വിചാരിച്ചാൽ മതി, നമുക്ക് ഇതിനൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ മനസ്സ് നമ്മൾ ഇപ്പോൾ ഒറ്റപ്പെടലാണെന്നുണ്ടെങ്കിൽ, ആരും സപ്പോർട്ടില്ലാന്നുണ്ടെങ്കിൽ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒറ്റപ്പെടൽ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് നമ്മൾ കണ്ടേച്ചാൽ മതി. നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളെ കെയർ ചെയ്യാനുമല്ല, അല്ലേ? നമ്മൾ ഈ ഒരു ടെൻഷനും പ്രശ്നങ്ങൾക്കൊക്കെ ഇടയ്ക്ക് നമുക്ക് എന്തുമാത്രം ഡാമേജ് സംഭവിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് ഫിസിക്കലി, മെൻ്റലി, നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഹെയറൊക്കെ ഒത്തിരി ടെൻഷൻ അടിച്ച് നമ്മുടെ ഹെയർ ഗ്രോത്ത് നമുക്ക് ഒത്തിരി ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ഹെൽത്ത് വീക്കായിട്ടുണ്ട്, മെൻ്റലി നമ്മൾ സിക്കായിട്ടുണ്ട്, ഫിസിക്കലി സിക്കായിട്ടുണ്ട്. അങ്ങനെ കുറേ ഈ ഒരു ഫേസിലേ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലേ? അപ്പം നമ്മളെ അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുള്ള ബെസ്റ്റ് ടൈമാണ് ഈ ഒരു ഒറ്റപ്പെടൽ എന്നുള്ളത്. സോ ഒറ്റപ്പെടൽ ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നമുക്കത് ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം നിങ്ങളെ പാമ്പർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യാനായിട്ടുള്ളൊരു ടൈമായിട്ട് യൂസ് ചെയ്യാം. ഹെയർ ഫോൾ ഉണ്ടാവും, അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ചെയ്ത് തുടങ്ങുക. ആൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവും. ആദ്യമേ ചിലപ്പോൾ ഒന്നും തോന്നത്തില്ല, ചിലപ്പോൾ ഒന്നും, ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ആദ്യമേ നമ്മുടെ മാനസികാവസ്ഥയും സിറ്റുവേഷനും ഇത്ര നാൾ ഇതായതുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് ചാടിയാൻ കയറുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷേ പതുക്കെ അങ്ങ് കയറി വന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഏറ്റവും വലിയ ഡിപ്രഷൻ സ്റ്റേറ്റിൽ നിന്ന് നമ്മളൊന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ലൈഫ് അടിപൊളിയായിരിക്കും. പിന്നെ ഒന്നിനും നമ്മളെ തറക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ലെവൽ, ആ ഒരു മൈൻഡിൽ നമ്മൾ ഉറപ്പായിട്ടും എത്തും. സോ അതിനു വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിനെ കറക്റ്റ് നല്ലൊരു ലെവലാക്കി കൊണ്ടുപോകാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ച് പറയാം, നമ്മുടെ പാസ്റ്റ് അനുഭവങ്ങൾ എന്തും ആയിക്കോട്ടെ, നമുക്ക് കിട്ടിയ കുറേ നെഗറ്റീവ് അനുഭവങ്ങളുണ്ടാവും. പിന്നെ നമ്മളെ ചുറ്റുപറ്റിയുള്ള ആൾക്കാർ, നമ്മുടെ പേരൻസ്, ആരും ആയിക്കോട്ടെ, പലരും നമുക്ക് കുറേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലേ? അതായത് ഇപ്പം ഒരു പെൺകുട്ടിയോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ഉറക്കെ സംസാരിക്കരുത് എന്നുള്ളതാണ്. ഒന്ന് ചോദിച്ചോട്ടെ, അപ്പോൾ അവൾക്ക് എങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവും? അവളുടെ ആഗ്രഹം ഒരു പബ്ലിക് സ്പീക്കർ ആണെന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഒരു MBAക്ക് ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് സെമിനാർ എടുക്കാനായിട്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് പിന്നീട് ഞാൻ അതിനെ പതുക്കെ എന്നെ ഗ്രൂം ചെയ്തത് മാറ്റുമായിരുന്നു. അപ്പം പെൺകുട്ടി ഉറക്കെ സംസാരിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകൾ ഒന്നും ഇപ്പോഴും മാറി പോവാത്ത ചില ആൾക്കാരുടെ ഒരു ട്രോമയായിട്ടുള്ള ചിന്താഗതിയാണത്. അല്ലാതെ പെൺകുട്ടിയൊന്നും ഉറക്കെ സംസാരിച്ചതുകൊണ്ട് ഈ മലാല എത്രയോ പേരിപ്പം ബുക്സ് വരെയുണ്ട്, അതൊക്കെ അവർ വായിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ? അപ്പം പെൺകുട്ടികൾക്കും ആൺകുട്ടിയുടെ എല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മളെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, നമ്മളത് മോശമായിട്ട് യൂസ് ചെയ്യാതിരുന്നാൽ മാത്രം മതി.
അത്രയേ ഉള്ളൂ. ആണും പെണ്ണും എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അമ്മയ്ക്ക് വയ്യെങ്കിൽ മകനും മകളും ഉണ്ട്, അവിടെ മകനും ഹെൽപ്പ് ചെയ്യാം. അല്ലാതെ മകളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. ഇപ്പം 2 മക്കളുണ്ട്, മകൾ ചെറിയ കുട്ടിയും മോനാണ് മൂത്തതെന്നുണ്ടെങ്കിൽ അവിടെ മോൻ ഹെൽപ്പ് ചെയ്യണ്ടേ? കൊച്ചു പെൺകുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പക്ഷേ അങ്ങനെയല്ല നമ്മുടെ മിക്ക കുടുംബങ്ങളിലും നടക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, ഇപ്പോഴത്തെ ഒരു ഫാമിലിയിലൊക്കെ, അതായത് ഒരു 80s 90s കിഡ്സ് 20K കിഡ്സൊക്കെ മാറിയിട്ടുണ്ട്. കാരണം അവരൊക്കെ കിച്ചണിലൊക്കെ വൈഫിനെ ആണെങ്കിലും അമ്മേനൊക്കെ ആണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ച് തന്നെ വളർത്തണം. അതൊന്നും ഒരു മോശം കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്ത് ആണുങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, സ്ത്രീകളും ജോലിക്ക് പോകുന്നുണ്ട് അല്ലേ? പക്ഷേ ഇതെന്താ വ്യത്യാസം? സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പ്രസവിക്കണം, എല്ലാ കാര്യങ്ങളും സ്ത്രീ ചെയ്യുന്നുണ്ട്. അവളെപ്പോഴും മൾട്ടി ടാസ്കിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആണുങ്ങൾക്ക് ജോലി ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമാണ് അല്ലേ, ഏണിങ്സ്, ആ ഒരു ഇത് മാത്രമാണ്. അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ കുറേയൊക്കെ മാറി ചിന്തിക്കാം. നമ്മൾ ഒരു ഫാമിലിയിലേക്കൊക്കെ ആകുമ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അത് ഒരു കല്യാണം കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത് ഭാര്യയ്ക്കൊരു ഹെൽപ്പ് എന്നതിലുപരി അത് ഒരു ഹാപ്പി മൊമെൻ്റാണ്. ഒരു ജോലിയൊക്കെ ചെയ്യുമ്പം ഒരുമിച്ച് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത് ഒരു ഫാമിലിയുടെ ടുഗദർനെസ്സിനെ കൂടി സൂചിപ്പിക്കുകയാണത്. മക്കളും അത് കണ്ടൊക്കെ വളർന്നു വരുമ്പം ശരിക്കും അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു സ്നേഹം കണ്ടിട്ട് വേണം മക്കൾ വളരാനായിട്ട്. അല്ല അച്ഛനും അമ്മയും പറയുകയാണ്, മോള് നീ പെണ്ണാണ്, നീ പോയി അടുക്കളയിൽ പോയി ജോലി ചെയ്യുക, നീ ആണാണ്, നീ ഒന്നും ചെയ്യണ്ട, നീ അവിടെ പോയി മാറിയിരുന്നോ, അങ്ങനെയല്ല പറഞ്ഞു. അത് തെറ്റാണ്. അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഏറ്റവും വൃത്തികെട്ട ട്രോമയാണ് അവിടെ എപ്പോഴും എപ്പിച്ചു കൊടുക്കുന്നത്. അവർക്കത് എത്ര വളർന്നാലും ആ ഒരു വിഷമം അവളുടെ മനസ്സിൽ നിന്ന് മാറില്ല. കാരണം ആണായതുകൊണ്ട് നീ അങ്ങനെ ഒന്നും ചെയ്യണ്ട, നീ മാറിപ്പോയിരുന്നു, അവനാണല്ലേ. അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. മക്കൾ എത്ര മക്കളുണ്ടായിക്കോട്ടെ, അവരെല്ലാം എല്ലാവരും ആ മക്കളെല്ലാം 5 പേരുണ്ടെങ്കിൽ അത് 2 പേരും ഒരുപോലെ തന്നെയാണ്. ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം എല്ലാവരും ഒരുമിച്ചാണ് പോകേണ്ടത്. അവിടെ എന്നാൽ മാത്രമേ ഒരു ഐക്യവും ഒരു സ്നേഹമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരാളെ പെൺകുട്ടീനെ അങ്ങനെ പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിലതൊരു ട്രോമയായി, അവളുടെ മനസ്സിലൊരു നെഗറ്റീവ് ചിന്തയായത്. അത് വെച്ചിട്ടായിരിക്കും അവൾ വളരുന്നതിനൊപ്പം തന്നെ അവളുടെ ചിന്താഗതിയും വളരും. പിന്നെ ബാക്കി പേരൻസ് എന്ത് കാണിച്ചാലും അതിലൊക്കെയും അവൾ ആ ഒരു കാര്യത്തെ കാണാൻ തുടങ്ങും. ചിലപ്പോൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടാണെങ്കിൽ ചിലപ്പോൾ അവളുടെ മനസ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവൾ വിചാരിക്കുന്നത് എന്താ, അവനോടാണ്, ആങ്ങളയോടാണ് അവർക്ക് ആ ഒരു സ്നേഹം കൂടുതൽ, അല്ലെങ്കിൽ പ്രയോറിറ്റി കൂടുതൽ എന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കും അവളെപ്പോഴും വരുന്നത്. കാരണം ഇവരെ വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്, അതാണാണ്, നീ പെണ്ണാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആണും പെണ്ണും എന്നൊന്നുമില്ല, 2 കൂട്ടരും ഒരുപോലെ തന്നെയാണെന്നുള്ളൊരു ചിന്താഗതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിനക്കതിനെതിരെ സംസാരിക്കാൻ കഴിയണം, അല്ലാതെ ശബ്ദം ഉയർത്തരുത് എന്നല്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് അത്രയും എന്താ 2024 കുറേ ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിരുന്നാലും നമ്മുടെ നാട്ടിൽ അതുപോലെ പ്രശ്നങ്ങളാണല്ലേ. നമുക്കൊരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് പോയാൽ അതും ഇതും പ്രശ്നങ്ങളും. പിടിച്ചു നിൽക്കണമെങ്കിൽ ഉറക്കെ സംസാരിക്കേണ്ടടുത്ത് ഉറക്കെ സംസാരിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പം നമ്മൾ ഉറച്ച് സംസാരിക്കണം. നമ്മൾ ശബ്ദം ഉയർത്തേണ്ട സ്ഥാനത്ത് ശബ്ദം ഉയർത്തി തന്നെ പോകണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. കാരണം നമ്മളിങ്ങനെ സപ്രസ് ചെയ്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ നോ പറയേണ്ട ഒരു സ്റ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് പോലും കഴിയില്ല. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെ ആയിപ്പോവും. അത് ഞാൻ പറയുന്നത് എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരിക്കലും ഇങ്ങനെ നമ്മൾ സപ്രസ് ചെയ്യുന്ന പെൺകുട്ടികളാണ് അവരെയാണ് പലപ്പോഴും പല ആളുകളും എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ അതൊന്ന് പറയാനോ അതിനെക്കുറിച്ച് എന്താണെന്ന് പോലും അറിയാൻ മേലാത്തൊരു അവസ്ഥയായിപ്പോവും. കാരണം അവൾ വളരുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ ട്രോമകളെല്ലാം കൂടി അവൾ വലിയൊരു ട്രോമയിലും വലിയൊരു ഡിപ്രഷനിലേക്ക് ആയിപ്പോവും. സോ നമ്മൾ പെൺകുട്ടികളെ എപ്പോഴും ചേർത്ത് പിടിക്കുക. ഇനിയുള്ള സമൂഹം അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പം ഈ മുന്നോട്ടുള്ള നമ്മുടെ സൊസൈറ്റിയും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ശബ്ദം ഉയർത്തരുതെന്നല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിനക്ക് ഇഷ്ടമില്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലി ഉണ്ട് കൂടെ, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം അവളിൽ എടുക്കുക. ഓക്കെ, നിനക്ക് എന്തുണ്ടെങ്കിലും നിൻ്റെ ഇത് നിൻ്റെ ഫാമിലിയാണ്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയാം. ആ ഒരു കാര്യം, ആ ഒരു വിശ്വാസം അവളിൽ വളർത്തിയെടുക്കുക. ഓക്കെ, നോ പറയേണ്ട സ്ഥാനത്ത് അതിശക്തമായിട്ട് നോ പറയാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ അപ്പോൾ എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ് കുറേ ആയി. ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ തന്നെയാണ്. നമ്മൾ മെൻ്റലി നല്ല രീതിയിൽ സ്ട്രോങ് ആവേണ്ട സമയം അതിക്രമിച്ചു. ഇനി മുന്നോട്ട് ഞാൻ പറഞ്ഞല്ലോ, സൊസൈറ്റിയിൽ നമ്മൾ മെൻ്റലി സ്ട്രോങ് ആവാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ചുറ്റിനുമുള്ള മിക്ക ആളുകളും ഇതുപോലെ കുറേ നെഗറ്റീവും പ്രശ്നം പിടിച്ച സിറ്റുവേഷൻസും സൊസൈറ്റിയൊക്കെയാണ് നമ്മുടെ ചുറ്റിനുമുള്ളത്. അതുകൊണ്ട് അവിടെ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സ്ട്രോങ് ആയേ പറ്റുള്ളൂ. അപ്പം പണ്ടത്തെ പേരൻസൊക്കെ പറയുന്നത് പെൺകുട്ടികൾക്ക് കുറേ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ
ഉറക്കെ സംസാരിക്കരുത്, അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്, ദേഷ്യപ്പെടരുത്. ഒരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അതിനൊരു ചിറകുകൾ കൊടുക്കാതെ ആ ചിറകുകൾ വെട്ടി എറിഞ്ഞിട്ട് നീ ഇവിടെ ഇരുന്നോ എന്ന് പറയുകയാണ്. പക്ഷെ ആ സമയം മകന് ആ ചിറകിന് ഒരു ചിറകും കൂടെ ഫിറ്റ് ചെയ്തിട്ട് പറക്കാൻ അനുവദിക്കുകയാണ്. അപ്പോൾ അവനറിയാം എന്ത് ചെയ്യണം ഏത് ചെയ്യേണ്ട എന്നുള്ളതൊക്കെ ഒരു ബോധ്യവും സൊസൈറ്റിയെക്കുറിച്ച് നല്ല എല്ലാ ധാരണയൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ പെൺകുട്ടി എപ്പോഴും സപ്രസ് ചെയ്ത് വെച്ച്, പക്ഷേ അവൾ നന്നായിട്ട് പറക്കാൻ ആഗ്രഹിക്കുന്നവളായിരിക്കും. ഞാൻ പറയും, നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് ചെയ്യാതിരുന്ന വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പം അവൾ അപ്പോൾ നോ പറയേണ്ടടുത്ത് നോ പറയണം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളിവിടെ ഉണ്ട്, നിനക്ക് ഇങ്ങോട്ട് ധൈര്യമായിട്ട് വന്ന് പറയാം. ആ ഒരു ഫ്രീഡമൊക്കെ നമ്മൾ പേരൻസാണ് കൊടുക്കേണ്ടത്, അച്ഛനമ്മമാരാണ് കൊടുക്കേണ്ടത്. വീടാണല്ല, നിനക്ക് ഈ ലോകത്തിൻ്റെ എവിടെ പോയാലും നീ ഇവിടെ സേഫാണ്, നിനക്ക് പറ്റുന്നില്ല തോന്നിയിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വന്നോളൂ. ആ ഒരു ഫ്രീഡം അവൾക്ക് കൊടുക്കണം. ആ ഒരു ഫ്രീ ഫീൽ അവൾക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും പേരൻസിൻ്റെ അടുത്ത്. അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോയുടെ വീണ്ടും കാണാം.